അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതല്ലേ എന്റെ പ്രശ്നം. അതെന്താ നിങ്ങളെ പേഴ്സണൽ പ്രേത? എടോ അതാണോ ഹൃദയബന്ധം. അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ മരിച്ചുപോയ പലരെയും നമുക്ക് കാണാലോ. അവരുടെ ഹൃദയത്തിൽ നമുക്ക് വെച്ചാ പോരെ? അല്ല, അങ്ങനെ സംഭവിച്ചൂടാ ഇല്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ മണ്ടത്തരം പറയാതോ. ഉള്ള പ്രേതത്തിനെ എങ്ങനെയും ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ പ്രേതത്തെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ്. ചിലപ്പോ സമാധാനം പറയേണ്ടി വരും. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ, പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ, വേണ്ട, ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരൊറ്റടി, ഒറ്റടിക്ക് തീരണം. ഒരിക്കൽ ചത്തതുകൊണ്ട് അല്ലയോടോ പ്രേതമായത്. പിന്നെങ്ങനെയാ കൊല്ലുന്നത്? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ. നിക്ക്, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. താൻ ഇവിടെ നിന്ന് ആലോചിച്ചോ. അല്ല നിക്ക്, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? എബി. അപ്പൊ നസ്രാണി. പിന്നെ എളുപ്പല്ലേ? എങ്ങനെ? കുരിശ്. കുരിശ? അതെ, ഒരു കുരിശ്. കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രേതവും പേടിക്കും. In the name of Jesus Christ, go away from this house. Come on, go away from this house. ഏയ് ബാലകൃഷ്ണ, മാറ്റി പിടിക്കേ. ആവശ്യമില്ലാത്ത പണി വേണ്ട. അപ്പൊ പേടിയുണ്ടല്ലേ? Hail Mary, full of grace, the Lord is with thee. Blessed art thou and blessed is the fruit of thy womb, Jesus. ബാലകൃഷ്ണ, ആവശ്യമില്ലാത്ത കളി വേണ്ട. കുരിശ് കണ്ടാൽ ഏത് ക്രിസ്ത്യാനി പ്രേതവും പേടിക്കും. അതാണ് നിയമം. വലിയ ഡ്രാക്കുള പേടിച്ചിരിക്കുന്നത്. പിന്നല്ലയോ ഡൂക്കിലിത്താൻ. വേണ്ട വേണ്ട, മാറ്റ് ബാലകൃഷ്ണ. ഒഴിഞ്ഞു പോ. കൊളേസ്യർക്കുള്ള ലേഖനം 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടു കൂടി മറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് താൻ മാത്രം എന്തുവാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ബാലകൃഷ്ണ, തന്നെ ഒതുക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുരിശാണിത്. കർത്താവേ, ശക്തി തരണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഗോ അവേ ഫ്രം ദിസ് ഹൗസ്. ഐ സേ ഗോ.